ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഒരു ചെറിയൊരു നേരിയൊരു ഹയർ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസിൽ ഹയറിലേക്ക്, അതായത് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസസ് ഹൈ ആവുന്നുണ്ട്. ബട്ട് മാർക്കറ്റിൽ അത് കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് വരുന്നില്ല, ബിക്കോസ് ഒരു 2-5% ഒക്കെ മൂവ്മെൻ്റ് ആണ് വന്നത്. ഗോൾഡ് ഒരു 10% മൂവ് ചെയ്തിട്ടുണ്ട് ഈ ലാസ്റ്റ് വീക്കിൽ. ക്രൂഡ് ഓയിൽ ഒരു 10% ഒരു മൂവ്മെൻറ്റ് അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. സോ ഇന്നലെയും ഒരു 5% മൂവ്മെൻറ്റ് ക്രൂഡ് ഓയിലിൽ വന്നിട്ടുണ്ട്. സോ സ്റ്റിൽ നമ്മുടെ ലെവലിന് താഴെ തന്നെയാണ് നിൽക്കുന്നത് മാർക്കറ്റ്. ഒന്ന് അതിൻ്റെ ഒരു ബ്രിമ്മിൽ നിൽക്കുന്നതെന്നുള്ളതേ ഉള്ളൂ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. അപ്പോൾ മാർക്കറ്റിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ടൈം ആയി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മുടെ ചാർട്ടിലേക്ക് കിടക്കാം. അതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ ഓക്കെ ഒന്ന്, നമ്മൾ കുറച്ച് സ്റ്റോക്സ് അവിടെ ഷെയർ ചെയ്തിരുന്നു. ആ സ്റ്റോക്സ് അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും നന്നായിട്ട് ട്രേഡേഴ്സിനാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തൽക്കാലം സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഓപ്ഷൻ സെല്ലറിന് അനുകൂലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. സ്വിംഗ് ട്രേഡറിന് അനുകൂലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഓപ്ഷൻ ബയ്യറിന് അനുകൂലമായിട്ടുള്ളൊരു മാർക്കറ്റ് അല്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ചാർട്ടായിരുന്നു. നമ്മൾ ഇന്നലെ മുതൽ ഈ ഒരു 2 ദിവസമായിട്ട് നമ്മൾ ഈ ഒരു സോണിനുള്ളിൽ സ്റ്റക്കാണ്. അപ്പോൾ 24,540 ഒരു 560 ഓർ 520 എന്നുള്ളൊരു ലെവൽ മുതൽ ഒരു 740, 780, 760 ആണ് യഥാർത്ഥത്തിൽ ലെവൽ. കാരണം ഞാൻ സ്ഥിരം പറയാറുണ്ട് 24,520, 600, 660 എന്നിങ്ങനെ 3 ലെവൽസ് പറയാറുണ്ട്. ഇത് മേളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 720. പക്ഷേ ഇന്നലെ 2 ദിവസത്തിന് മുന്നേ 720ക്ക് മേളിൽ പോകാൻ ശ്രമിച്ചു, തിരിച്ച് വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ഗ്യാപ്പ് അപ്പ് ലാസ്റ്റ് മിനിറ്റിൻ്റെ ക്യാൻഡിലായിരുന്നു. അവിടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ദിവസം അതിൻ്റെ താഴെ ഓപ്പൺ ചെയ്ത് വീണ്ടും മാർക്കറ്റ് ആ ഒരു സൈഡ് വേസ് സോണിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റാണ്. അപ്പോൾ അതൊരു ഓപ്ഷൻ സെല്ലറിന് അനുകൂലമായിട്ടുള്ളൊരു മാർക്കറ്റാണ്. എന്നാൽ സ്വിംഗ് ട്രേഡിങ്ങിന് കുറേ സ്റ്റോക്സ് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ടൈറ്റൻ, നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിരുന്ന ടൈറ്റൻ, കുറച്ച് സ്റ്റോക്സ് ഉണ്ട്, ഒന്ന് നോക്കുക. അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ SBI പോലുള്ള സ്റ്റോക്കുകൾ എറ്റേണൽ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലത്തെ സ്റ്റോക്കുകൾ നോക്കി വയ്ക്കുക. അടുത്ത് നമ്മുടെ ചാർട്ട് അനാലിസിസ് വന്നു കഴിഞ്ഞാൽ, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റായിട്ടുള്ളൊരു സെക്കൻഡ് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് തന്നെയാണ്. 24,600 റേഞ്ചിലാണ് കാണിക്കുന്നത്. സോ ലിറ്ററലി അതൊരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് തന്നെയാണ്. ഈ ഓപ്പൺ ചെയ്യുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റിന് ഏത് ഡയറക്ഷനാണ് എടുക്കാനുള്ളതെന്നുള്ളത് ഇതുവരെ കൺഫേംഡ് അല്ല. സോ അവിടെ വാച്ച് ചെയ്യാനുള്ള ലെവൽ എന്ന് പറയുന്നത് 24,600 തന്നെയാണ് ഏറ്റവും ആദ്യം. ഓക്കെ, 24,600. ഓക്കെ, ഓക്കെ, 24,600, 24,660. ദാറ്റ് മീൻസ് ഈ ഒരു ഏരിയ, ഈ ഒരു ക്യാൻഡിൽസ് ടച്ച് ചെയ്തിരിക്കുന്നത് 660, 660ക്ക് മേളിൽ ഒരു 680ക്ക് മേളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ 720, 760, 800 പോകാനുള്ള സാധ്യതയുണ്ട്. 800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 880 മസ്റ്റായിട്ട് വാച്ച് ചെയ്യാനുള്ള ലെവൽസാണ്. അപ്പോൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് 24,880 ആണ്. 800 ആൻഡ് 880 ആണ് അടുത്ത ലെവൽസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇടയിൽ 720 ഉണ്ട്. ഓക്കെ, ഈ 3 ലെവൽസ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം 520 എന്നിങ്ങനെ ഒരു സപ്പോർട്ട്, ഇവിടെ ഓൾറെഡി ഒരു സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ താഴെ 440. ഇതിന് താഴെ ഒരു പോകാനുള്ള ഡേറ്റാസ് ഇപ്പോൾ മാർക്കറ്റിന് ഉള്ളിലില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ നോക്കേണ്ട ലെവൽസ് എന്ന് പറയുക. 1-2 ഡേറ്റാസ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ബാങ്കിങ് സെക്ടേഴ്സ് അല്ല, BSE എന്നുള്ളൊരു സ്റ്റോക്ക് ഇന്ത്യൻ മാർക്കറ്റിനകത്ത് വരുന്നുണ്ട്. BSE നമ്മുടെ ഗ്രൂപ്പിനകത്ത് അധികം പറഞ്ഞിട്ടില്ല. Nifty 50യുടെ ഉള്ളിലുണ്ടായിരുന്ന സ്റ്റോക്കല്ല, അപ്പോൾ Nifty 50ക്ക് ഉള്ളിൽ വരുന്നുണ്ട്. സോ അതിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ടൈറ്റൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഓട്ടോ സെക്ടേഴ്സ് കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഓട്ടോ സെക്ടേഴ്സ് ഒന്ന് വാച്ച് ചെയ്ത് വയ്ക്കുക. സോ തൽക്കാലം ഇത്രയും ഡേറ്റയാണ് ഞാനവിടെ ഷെയർ ചെയ്യുന്നത്.
പറയുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. പുതിയൊരു സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു. മാർക്കറ്റ് കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആണ്. സോ 24,600 സ്ട്രാഡിൽ തന്നെയാണ് മിക്കവാറും എല്ലാ ഓപ്ഷൻ ട്രേഡേഴ്സും നിൽക്കുന്നത്. ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ മാർക്കറ്റ് വന്നിട്ടില്ല. ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ മാർക്കറ്റ് വരണമെങ്കിൽ നമുക്ക് 660 മേളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിങ് വേണം. ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് കാണുമ്പോഴും എല്ലാവരും ചോദിച്ച ഒരു ലെവൽ അതായിരുന്നു. 660 മേളിൽ ക്ലോസിങ് കിട്ടാണ്ട് അതിനകത്ത് ട്രേഡ് കയറണ്ട എന്നുള്ളത്. പക്ഷേ ക്യാൻഡിൽ കിട്ടുന്നില്ല, നല്ലൊരു ക്യാൻഡിൽ വരുന്നില്ല, മാർക്കറ്റ് അങ്ങനെ തന്നെ പോകുന്നു എന്നുള്ളതാണ്. സോ അതിനനുസരിച്ചിട്ടുള്ളൊരു ട്രേഡ് പ്ലാൻ ഉണ്ടാക്കുക. നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. പ്രത്യേകിച്ച് 3 മണിക്ക് ശേഷം പൊസിഷൻസ് കയ്യിൽ കീപ്പ് ചെയ്യാതിരിക്കുക. മാർക്കറ്റ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു എന്താ പറയുക, ഒരു ഈ ഒരു പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ പോലും മാക്സിമം 3 മണിക്ക് ശേഷം പൊസിഷൻ കയ്യിൽ വയ്ക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.